ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ LGSന് വേണ്ടി എല്ലാ ഉദ്യോഗാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം ഈ ഒരു രീതിയിൽ മതിയോ, ഇനിയും LGSന് പഠിച്ചു തുടങ്ങിയാൽ LGS കിട്ടുമോ, ഇനിയുള്ള സമയം പഠനത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലാണ് നമുക്ക് ഈ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായി LGSന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ പഠന നിലവാരം ഒന്ന് സ്വയം വിലയിരുത്തുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. LGS പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ടാണ്. ഇപ്പോൾ ഇത് ജൂൺ മാസമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് LGS പരീക്ഷകൾ ആരംഭിക്കും. സിലബസ് പ്രകാരമുള്ള പഠനത്തിന് മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സിലബസ് എടുത്തു വെച്ച് നിങ്ങൾ സിലബസിൻ്റെ എത്രത്തോളം ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി എത്രത്തോളം ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വിശകലനം നടത്തുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് കിട്ടുന്ന ആ സമയപരിധിക്കുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനായി നിങ്ങളുടെ ടൈം ടേബിളിൽ മാറ്റം വരുത്തണം. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതായി വരും. കൂടുതൽ സമയം പഠനത്തിനായി ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടെത്തണം. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ആ പഠനത്തിൻ്റെ ഒരു ഗിയർ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അവരവരുടെ പഠന നിലവാരം സ്വയം വിലയിരുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആത്മാർത്ഥമായി തന്നെ ഇതിനോട് സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ അയച്ച സമയത്ത് ഉള്ള ഒരു ആവേശമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ എന്നും നിങ്ങൾക്കറിയാൻ കഴിയും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉഴപ്പിൻ്റെ വഴിയിലേക്ക് വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു അവസരം. ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാനായാൽ കിട്ടാൻ പോകുന്നത് നല്ലൊരു സർക്കാർ ജോലിയാണ്, അത് മനസ്സിലാക്കുക. LGSന് വേണ്ടിയുള്ള മുഴുവൻ സിലബസ് ക്ലാസ്സും നമ്മുടെ ലൈഫ് ഈസ് PSC മോട്ടിവേഷൻ എന്ന ഈ ഒരു ചാനലിൽ നൽകി വരുന്നുണ്ട്. സിലബസ് ക്ലാസ്സുകൾ ഏകദേശം പകുതിയോളം നമ്മൾ പൂർത്തിയായിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ വീഡിയോയുടെ പ്ലേലിസ്റ്റ് നോക്കി ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. കൂടാതെ ഈ ക്ലാസ്സുകളുടെ PDF-ഉം നമ്മൾ നൽകുന്നുണ്ട്. ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് PDF-ഉം ലഭിക്കുന്നതാണ്. LGSൻ്റെ 65-ന് മുകളിൽ സിലബസ് ക്ലാസ്സുകൾ നമ്മൾ നൽകി കഴിഞ്ഞു. 50-ന് മുകളിൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. SCERT സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 ക്ലാസ്സുകളും നൽകിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പായി നിരവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കും. അതോടൊപ്പം മറ്റ് ഭാഗത്തു നിന്നും കിട്ടുന്ന അറിവുകളും കൂടി നിങ്ങൾ സ്വരൂപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്താൻ സാധിക്കും. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും മടിയൊക്കെ മാറ്റിവെച്ച് നന്നായി തന്നെ പഠിക്കാൻ തുടങ്ങുമല്ലോ. അതിനായി നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്പം കൂടി കൂടുതൽ സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. സിലബസിൽ നിങ്ങൾ കവർ ചെയ്ത ഭാഗങ്ങൾ അത് അടയാളപ്പെടുത്തി പോവുക. ഇനിയും കവർ ചെയ്യാനുള്ള ഭാഗങ്ങൾ അതുകൂടി പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. പഠനമൊന്ന് വേഗത്തിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി പഠിച്ചാൽ LGS കിട്ടുമോ എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവരോട് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും LGSന് പഠിച്ചു തുടങ്ങിയില്ലേ? നിങ്ങൾ ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ട് എത്ര മാസങ്ങളായി? അപ്പോൾ ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിച്ചാൽ ആ തസ്തിക നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പഠനം ആരംഭിച്ചില്ല? അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് വലിയൊരു സമയം തന്നെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ട സമയം അത് നമുക്ക് തിരിച്ച് കിട്ടുകയുമില്ല. അതുകൊണ്ട് LGS നേടണമെന്ന് അല്പമെങ്കിലും ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക. തീർച്ചയായും ഇനിയുള്ള സമയം ആത്മാർത്ഥമായി പഠിച്ചാലും LGS നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് വരാനിരിക്കുന്ന LGSൽ ഉയർന്ന റാങ്ക്
അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിന് ഒരു മാറ്റവുമില്ല. 100-നുള്ളിൽ റാങ്ക് ഞാൻ നേടിയിരിക്കും എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് അത് ലഭിക്കുക. ആ തീരുമാനം ഉറച്ച തീരുമാനമായിരിക്കണം. അപ്പോൾ വരാനിരിക്കുന്ന LGS പരീക്ഷയിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന ജില്ലയിൽ 100-നകത്ത് റാങ്ക് നേടാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ട്. അതിന് പഠിക്കാൻ നിങ്ങൾ ഇന്നു മുതൽ ആത്മാർത്ഥമായി പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാനായി ഞാനും ഉണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.